അയ്യോ എന്ത് ബുദ്ധിമുട്ട്. ഇവന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടണം. അതുകൊണ്ട് അത് കഴുതേരെ വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ പോകും കേട്ടോ. പയ്യനൊന്നും പറഞ്ഞില്ല. അയ്യോ അവൻ ഒന്നും മിണ്ടത്തില്ല. അതെന്താ? ഭയങ്കര നാണം കുലുങ്ങിയ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രാത്രിയായ ഒരു നാണമില്ല അവന്. പിന്നെ ഇവനുമായിട്ടൊന്ന് അടുത്തു നോക്കണം. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സാധനം ഇവന്റെ കയ്യിലുണ്ട്. അതെന്തോന്നു? അല്ല വലിയൊരു മനസ്സിന്റെ ഉടമയാണ് അവൻ. അത്രയ്ക്ക് സ്നേഹമാണ് ഇവൻ എല്ലാവരുടെ. പയ്യൻ എന്താ ചെയ്യുന്നത്? ഞാൻ ബിസിനസ് ഒക്കെ ആയിട്ട്. എന്ത് ബിസിനസ്? അയ്യോ ഇനി ബിസിനസിനെ കുറിച്ച് സംസാരിച്ച ഇന്നിവിടുന്ന് പോവാൻ പറ്റത്തില്ല. ഇവന്റെ അച്ഛൻ ഒരുപാട് വസ്തുക്കളുണ്ട്, ഏക്കർ കണക്കിന്. അതിലില്ലാത്ത കൃഷികളാ. ഇഞ്ചി മുതൽ കഞ്ചാവ് വരെ. അല്ല മറ്റേ എന്താടാ മാഞ്ചിയ ഇപ്പൊ മൂഞ്ചിയന്. അല്ല അച്ഛൻ വന്നില്ലേ? പുള്ളി ബൊമ്മന കള്ളിയില് ഉള്ളി കൃഷിയായിട്ട് പോയിരിക്കുകയാണ്, കാക്കയടിക്കാനെ. അതിങ്ങനെ വന്നില്ല, അതേ വരുമായിരുന്നു. അളിന് ഭയങ്കര തിരക്കാണ്. നമുക്കിനി സംസാരം കുറച്ചിട്ട് പെണ്ണിനെ വിളിക്കാം. പിന്നെന്താ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോളെ മാമാ പെണ്ണു കൊല്ലാം മാമാ. വായടച്ചു പിടിച്ച് മിണ്ടാതിരടാ. ഇതാണ് എന്റെ മോള്. ഇഷ്ടായോ? മോളെ ഇഷ്ടായി. അമ്മയും കിടക്കാണല്ലേ. ഇവനെയൊക്കെ വിശ്വസിച്ചു പോയാ എന്നെ വേണം പറയാൻ. അടി വാങ്ങിച്ചു തന്നിട്ട് ഇരിക്കുന്നു നോക്കിയാണ്. കിട്ടിയല്ലേ, ഞാൻ വാട്സാപ്പിൽ കണ്ട്. അതിലും വന്നാ? വാട്സാപ്പിലാ? അതെങ്ങനെ അതിൽ വന്നത്? ഡിജിറ്റൽ ഇന്ത്യ അല്ലേ, എല്ലാത്തിലും വരും. എന്ത് ചെയ്യൂന്ന് പറ. പെണ്ണ് കാണാൻ പോയി അടി വാങ്ങുന്നത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും. ഈ ബുദ്ധിയുള്ളവരൊക്കെ കൂടെ വന്നിട്ടും നിനക്ക് എങ്ങനെയാടാ അടി കിട്ടിയത്? നീ ഇത് എനിക്കിട്ട് വെച്ചതാണെങ്കിൽ മനസ്സിലായി. ഇവനോട് ഞാൻ അന്നേ പറഞ്ഞതാ, പെണ്ണുങ്ങളെ കാണുമ്പോ ഇങ്ങനെ ആക്രാന്തത്തോടെ നോക്കല്ലേന്ന്. ഇതൊരുമാതിരി വർത്തമയും കണ്ട കണ്ടം പൂച്ചപ്പുറത്തെ വല്ലാത്തൊരു നോട്ടവും. മാമ ഞാൻ അങ്ങനെ നോക്കിയില്ല മാമ. നീ മിണ്ടരുത്. നീ എങ്ങനെ നോക്കിയാലും കണ്ടം പൂച്ചാന. കുടുംബത്തിന് മാനം കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാര് ജനിക്കും. മാമ ഇനി എന്ത് ചെയ്യും? നീ ഒന്നും ചെയ്യണ്ട. ഒന്നുകിൽ നീ ആഗ്രഹം കളയണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് നാട് വിടും. മനസ്സിലായ? ചേട്ടാ ഞാൻ പോട്ടെ. നീ പോടെ. അപ്പൊ എന്റെ കമ്മീഷൻ? അടിവാൻ ചെയ്ത കമ്മീഷനാ? നിങ്ങളല്ലേ തോന്നിയ കാണിച്ചത്? ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചടാ? ഇപ്പൊ എന്നെ പറയണ? ഇപ്പൊ എനിക്ക് കമ്മീഷൻ കിട്ടണം. തന്നിലേക്ക് ഞാൻ അസോസിയേറ്റ് വിളിക്കും. നീ അസോസിയേറ്റ് വിളിക്കും. മനുഷ്യൻ ഭ്രാന്തിലാ നടക്കുമ്പോ ഭ്രാന്താക്കണം മനുഷ്യൻ. എല്ലാത്തിനും ഇന്ന് ഞാൻ നോക്കി. മനുഷ്യന് ഒരു തുള്ളി ചായ അടിക്കാൻ പറ്റാത്ത. കോവാലോ എന്തോ? എന്താ അവിടെ? തേങ്ങ ചോദിച്ച എന്നെ വേണം തല്ല. അളിയോ ഒരു ബുദ്ധി കിട്ടി. തലേന്ന് പോണേന് മുമ്പ് ഇങ്ങോട്ട് അടുത്തിട്ട് എണ്ണ തിളച്ചു കിടക്കുക. ആരടുത്ത് പറയാ? പറ എന്താന്ന്. എന്റെ അളിയാ, നമുക്ക് അവനെ കൊണ്ടൊന്ന് പ്രേമിപ്പിച്ചാലോ? നിന്നെ ചാവുന്നതിന് മുമ്പ് ഇത്തിരി കള്ളു കുടിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ. എടാ അതിന് വന്നല്ലോ. അതിനു മുമ്പ് ഇവന്റെ കല്യാണം നടക്കണ്ടേ, നമ്മൾ ചാവണേന് മുമ്പ്. അല്ലാതെ ഈ കോലം വെച്ച് പ്രേമിച്ച് കെട്ടാനാണെങ്കിൽ ഇത് എപ്പ നടക്കാനാ? എന്റെ അളിയ പ്രേമത്തിന് കണ്ണുമൂക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ബോധം പോലും ഇല്ല. അതൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? ബോധമില്ലാത്തോണ്ടല്ലോ എന്റെ പെങ്ങൾ അളിയനെ പ്രേമിച്ച് കിട്ടിയത്. എടാ ഇത് അതുപോലെ അല്ല. പ്രേമിക്കുക എന്ന് പറഞ്ഞ വലിയ ചെലവുള്ള കാര്യമാ. അതൊക്കെ പണ്ട്. ഇപ്പോഴത്തെ പൈമാര് പ്രേമിച്ചാണ് കോടികൾ ഉണ്ടാക്കുന്നത്. അതിനൊക്കെ ചെറിയ ടെക്നിക്ക് ഉണ്ടല്ലയാ. അടുത്ത അടിക്കുള്ള വകുപ്പായിരിക്കും. ഇവനും മനസ്സിലായില്ലല്ലോ. ഇത് അങ്ങനെയൊന്നും അല്ല. ഉദാഹരണത്തിന് നീ ആദ്യമായിട്ടൊരു പെണ്ണെ കാണണം, അവളെ നീ മൈൻഡേ ചെയ്യരുത്. പിന്നെ നീ അടുത്ത് ഒളിഞ്ഞു നിന്ന് അവളെ നോക്കണം, അടിമുടി. എന്നിട്ട് അവൾ അടുത്ത് ചെന്നിട്ട് പറയണം ബ്ലൗസ് മാറി കിടക്കുന്നു, ബ്രാ കാണാം. അപ്പോഴവള് ചൗക്കുറ്റിക്കൊരെണ്ണം തരും. അത് സ്ത്രീകളുടെ മനഃശാസ്ത്രം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എന്റെ അളിയെ നമ്മൾ അങ്ങനെ പറഞ്ഞാലേ അവരോട് ആത്മാർത്ഥതയുള്ളതായിട്ട് അവർക്ക് തോന്നുള്ളൂ. നമ്മൾ അതിൽ കയറി അങ്ങ് പിടിക്കണം. പ്രേമിച്ചില്ല, അതിനു മുമ്പേ അതിൽ കയറി പിടിക്കാനുള്ള ബൂതി പോടെ. ഈ പ്രേമ മണ്ണാകട്ടൊന്നും ശരിയാവില്ല മാമ. മോനെ, നിന്റെ അമ്മാവന് വിവരമില്ലാതെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ തള്ളിക്കളയാനുള്ളതല്ല പ്രേമം. അത് മനസ്സിന്റെ ഒരു വിങ്ങലാണ്. അവിടെ കറുപ്പും വെളുപ്പും ഒന്നുമില്ല. ദൈവീകമായ ഒരു അനുഭവം മാതിരിയാണ്. അതാണ് യഥാർത്ഥ പ്രേമം. മരണത്തിന് പോലും അതിനെ തോപ്പിക്കാൻ പറ്റൂല. പെങ്ങളെ ഓർത്ത് കാണും, പാവം.
ടാ നിനക്ക് വേണ്ടി ഒരു പെണ്ണ് ജനിച്ചിട്ടുണ്ട്. അവള് വരും, സമയമാകുമ്പോ നിന്നെ തേടി വരും. വെറുതെ വിഷമിക്കണ്ട കേട്ടാ. അളിയാ അളിയോ ചമ്മന്തി അരക്കണ്ടേ? ഞാൻ അരയ്ക്കാം. എവിടെ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഓട്ടോക്കാരൻ വഴി തെറ്റിച്ച് കറങ്ങി കറങ്ങി നടപ്പാ. കയ്യിലാണെങ്കിൽ സാധനമുണ്ട്. ഇനി എനിക്ക് പിറക്കാതെ പോയ സഹോദരി വല്ലതും ആയിരിക്കുമോ? ഇനി ആയിരിക്കും കൊളട്ടല്ലേ? അങ്ങേ രാവിലെ കുറ്റിയും പറിച്ചോട്ട് അങ്ങോട്ട് പോയി. എന്തായാലും ഞാനൊന്ന് വിളിച്ചു വെച്ചിട്ട് വരാം. ആ കരിഞ്ഞ കളവന്റെ ഒരു ചായ ഇല്ലല്ലോ പുല്ല്. ഹോ, ഇതൊന്നും അല്ലടേ. പിന്നെ പാവം വെറുതെ പിതാവിനെ സംശയിച്ചു. എന്റെ അപ്പ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഈ കുടുംബശ്രീയിലെ സാധനങ്ങളൊക്കെ മറിച്ച് വിൽക്കുന്ന പരിപാടി. ഈ കൊച്ചാ സാധനം കൊണ്ടുവന്നത്. നിങ്ങളെ കാണാത്തോണ്ട് അച്ഛൻ കുടുംബശ്രീയിലോട്ട് പോയിട്ടുണ്ട്. ആ ബാങ്കിട്ട് പൈസയൊക്കെ അച്ഛൻ അവിടെ കൊടുത്തോളാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ലോഷിങ് അമ്മ ലോഷിങ്. ഹലോ, അതെ, ആ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തെങ്കിൽ വന്നാ മതി. ചായക്ക് മധുരം ഉണ്ടോ? റോഡ് സൈഡ് തന്നെ നിപ്പുണ്ട്. ആ ഓക്കെ. ആഹാ, അടിപൊളിയായി. എന്തായി? ഇപ്പൊ വരും. ഞാനാ വിളിച്ചത്. വിദ്യയല്ലേ? മനസ്സിലായി. ആ, ആ. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അതാ നിങ്ങൾ എന്ത് ചോദിച്ചിട്ട് മറുപടി പറയാത്തത്. പക്ഷേ ചെവിയേക്കാം. ആ, അത് മനസ്സിലായി. അതുമല്ല, ഈ നാട് അവൾക്ക് പുതിയതാ. അതാ വഴി തെറ്റിയത്. എന്തായാലും ബസ് കയറ്റി വിടാതെ എന്നെ വിളിച്ചത് നന്നായി. ഇവൻ പറഞ്ഞതാ ബസ് കയറ്റി വിടാന്ന്. പിന്നെ ഞാനാ പറഞ്ഞ വേണ്ട, അറിയാന്നുള്ളവരോ വല്ലതും വിളിച്ചിട്ട് വിട്ടാ മതിയെന്ന്. അതെന്തായാലും നന്നായി. ഓ, അതൊന്നും വേണ്ട, അതൊക്കെ എന്റെ സന്തോഷല്ലേ. ബൈ ദ വേ, എന്റെ പേര് അനന്തു. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അയ്യോ. മാളു പോ വാ. ഓക്കെ, ശരി. ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കും, എടുക്കണേ. ബൈ. ഡേയ്, എന്തോന്ന്? ഒന്നുമില്ലടാ, ഇതൊക്കെ ചുമ്മാ. നീ വാ. നമുക്കാണെങ്കിൽ ചേട്ടാ, ഗോപാലേട്ടാ, എന്താടാ ഇവനെ ഒരു പെണ്ണിനെ കിട്ടി. കളഞ്ഞിട്ടെങ്കിൽ തിരിച്ചോണ്ട് കൊടു. ഇനി അതിന്റെ പേരിൽ സ്റ്റേഷനിൽ കയറാനൊന്നും വയ്യ. അയ്യോ, അതല്ല, പിന്നെ ഇവനെ ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന്. ഏത് പെണ്ണ്? ഓ, ഇവനാ? ഇവന് ആരടാ അവള്? സത്യമാണ് ആ, തന്നെ മാമ. തന്നെ ഇത് നിങ്ങൾക്കാണ്. എനിക്കാ? ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ കുടിക്കാതിരിക്കണ്ട. അളിയാ, മലയാളിയാ. നീയാണ്ട്രാ എന്റെ മരുമകൻ. നീ മുത്തല്ല, പുത്തിച്ചിപ്പിയാണ്ട്രാ. ഇത് കഴിച്ചിട്ട് വേണം കുറെ നാളായിട്ട് മുടങ്ങിക്കിടക്കണ ചടങ്ങൊക്കെ ഒന്ന് തുടങ്ങാൻ. മാധവളിയാ, നീയാണ്ട്രാ യഥാർത്ഥ കൂട്ടുകാരൻ. അയ്യോ മാധവളിയാ, കിട്ടിയ സന്തോഷം കണ്ടു. പോയി അടിച്ചു മറിയട്ട്. ഈ പോണ പോക്ക് ആ ലൂയിസിനെ തെറി വിളിക്കാനാണ്. ആ, നീ ആ വക്കീലിനെ വിളി. ആ. അളിയാ, ഞാൻ അങ്ങോട്ട് ചെന്ന രക്തപ്പുഴ ഒഴുകും. അളിയ പോയി ഞാൻ അങ്ങോട്ട് പോയി അവനെ വിളിച്ചിറക്കിക്കോളൂ. കൊല്ലാളിയാ. വിളിച്ചോണ്ട് വാ, വിളിച്ചിറക്കടാ. വരും വരുവളിയാ അവൻ. അവൻ ഇവിടെ വരും. പരമനാറി ലൂയിസേ. പേടിക്കണ്ട, ഇത് പുതിയ തെറിയ. ആണോ? ഇതിപ്പോ ഇറങ്ങി. നീ എന്റെ മരമകനെ കല്യാണം കൊടുക്കണ തെണ്ടി. എടാ, എന്റെ മോന് പെണ്ണ് കിട്ടിയടാ. നല്ല സുന്ദരിയായ പൂച്ചക്കുട്ടി പോലത്തെ ഒരു കുട്ടി. നീ ഞങ്ങൾക്ക് വഴി തരൂലടാ. അവൾക്ക് ഏക്കറണക്കിന് സ്ഥലമുണ്ടോ? മെഡിക്കൽ കോളേജ് കേട്ടോളാ. കാണോളാ. എങ്ങനെയുണ്ടോ? അയ്യോ, ഇത് വളരെ പഴയത്. ആ, ഇവന് ഈ പഴയ തെറിയൊക്കെ മതി. അവനത് മതി. നാളെ ഒന്ന് പുതിയ അവന് ചെയ്യണ്ടടാ. എടാ പാവം. അവിടെ അവൻ കൊതിക്കട്ടടാ. അവൻ എച്ചൽ പട്ടിയല്ലടാ. എന്റെ മരുമോന്റെ കല്യാണത്തിന് കൊതിക്കട്ടടാ അവൻ. അയ്യോ. പിന്നെ അല്ല ചോദിക്കാനും പറയാനും ആളുണ്ട്. നമ്മള് മാന്യത എന്ത് കാണിക്കണം. മാന്യത? ആ തെണ്ടിയുടെ അടുത്ത് ഒരു മാന്യതയും കാണിക്കണ്ട. അളയനൊരു അബദ്ധം പറ്റിയതാ. വളരുമ്പോ ഈ കോലത്തിലാവുമെന്ന് വിചാരിച്ചില്ല. ഈ സംഖ്യാശാസ്ത്രം നോക്കി പേരൊന്നും മാറ്റാൻ പറ്റുമോ? അതിന് ഇത്തിരി സംഖ്യ ചെലവാവും. ഒരു 5000. ഓ,
ഈ പേര് തന്നെ മതി. കല്യാണം അടുത്ത് വരുന്നുണ്ട്, പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടല്ലേ. ഒരു തടസ്സം പന്ന ലൂസും. അയ്യോ, പൂജാമുറി. ഇവിടെ ഇരുന്ന് ഇങ്ങനെ തെറി പറയരുത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ബാക്കിയുള്ളവർ രസിക്കുക, ഞാൻ അവരെ തേടി പിടിച്ച് കൊട്ടേഷൻ കൊടുത്തോളാം. അതെ, ഞാൻ ഈ ഗൂഗിൾ നോക്കിയല്ല കാര്യങ്ങൾ പറയുന്നത്, ഈ പഞ്ചാംഗം നോക്കിയ കാര്യങ്ങൾ പറയുന്നത്. എന്നാ പിന്നെ അത് ചേട്ടാ ഞാൻ പറയാം, ഇവനിപ്പോ ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവിടെ എത്തിച്ചേരാൻ പറ്റിയ ഒരു നല്ല സമയം സ്വാമി പറഞ്ഞു തരണം. പകല് പോയാ മതി. ഇയാൾ എന്തോന്ന് വർത്താനോടെ പറഞ്ഞത്? ആരെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ പെണ്ണാണ് പിന്നെ രാത്രി കയറി പോകും. നിന്റെ പരിചയക്കാരൻ പറഞ്ഞാണ് എവിടെ കയറി വന്നത്. ഇയാൾക്ക് ഒന്നും പറഞ്ഞോ, ഒരു കോമ്പോ വെറുതെ പുസ്തകം വെച്ച് വെറുതെ ഇരിക്കുന്നത്. ചുമ്മാ വെറുതെ മനുഷ്യൻ. ഇന്നേക്ക് 3-ാം ദിവസം പോയിക്കോ, എല്ലാം ശരിയാവും. ദക്ഷിണ ആഫ്രിക്കയിൽ, ഇത് ഇന്ത്യ. ദക്ഷിണ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. മാമ ഇപ്പൊ കല്യാണം നടക്കുമല്ലേ? നടക്കൂല, എഴയും. നീ വാ.